എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാരണം ഇന്നത്തെ ഫുൾ വ്ളോഗ് ജിമ്മിൻ്റെ ചാനലിലാവും വരുന്നുണ്ടാവുക. നമ്മളെല്ലാവരും സഹകരിക്കുന്നത് ജിമ്മിയുടെ ചാനലുമായിട്ടാവും ഇന്നത്തെ ദിവസം. കാരണം ജിമ്മി ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം എന്നുള്ള കഴിഞ്ഞിട്ട്? സൂപ്പറായിരുന്നു. എന്നത്തെയും പോലെ കറക്റ്റ് സമയത്ത് മൈക്കാണ് പണിയുന്നത്, അതുകൊണ്ട് ഫോണ് തിരിച്ചുപിടിച്ചെടുക്കേണ്ടിയിരുന്നു. സത്യം. എപ്പോഴും ഈ വ്ളോഗ് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് വ്ളോഗ് ആണാണ്. നമ്മള് ഇതേപോലെ ടൊവിനോനെ കാണാൻ പോയെന്ന് മൈക്ക് കടന്ന്, അപ്പം ഇതേപോലെ ഇമ്പോർട്ടന്റ് മൊമെന്റ്സിൽ മൈക്കൊക്കെ കേടറിലൊരു നിർബന്ധമാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് ഇന്നത്തെ ഫുൾ വ്ളോഗ് ഈ ചാനലിലാവും. നമ്മളെല്ലാവരും സൈഡ് ആയതുകൊണ്ട് ഒന്നാമത് എല്ലാവരും ഇന്നലെ കുതിര വിട്ട് ഡാൻസ് കളിച്ചിട്ടും ചാടിയിട്ടും ഈ സൈഡല്ല, ബാക്കി എല്ലാവരും സൈഡ് ആയിക്കണേ. അപ്പോൾ നമ്മളുള്ളത് പുളിക്കലോടി തന്നെയുള്ള KS കൺവെൻഷൻ സെൻ്ററിലാണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മളെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മൾ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ ഹണി സ്പെഷ്യൽ ക്രീം നൽകുന്ന ഐസ്ക്രീമും കാര്യങ്ങളും ഉണ്ട്. നിഹാലിൻ്റെ ഇപ്പിമ്മയൊക്കെ അവിടെ ഐസ്ക്രീം തിന്നിരിക്കുകയാണ്. A to Z ഐസ്ക്രീം വിതരണം ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നു. കാരണം രാവിലെ തുടങ്ങിയ ഐസ്ക്രീം വിതരണമാണ്, ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. തിന്നോരൻ്റെ തിന്നാ ആൾക്കാരൊക്കെ ലാസ്റ്റ് ഒന്നിട്ടുള്ളൊരു ആദ്യം ചെറിയ ഫ്ലേവർ വാങ്ങിക്കുന്നത്, ലാസ്റ്റ് മറ്റേ ഫ്ലേവർ, പിറ്റേ ഫ്ലേവർ, എല്ലാ ഫ്ലേവറും ലാസ്റ്റ് എല്ലാവരും എല്ലാ ഫ്ലേവറും ട്രൈ ചെയ്യാൻ തുടങ്ങി. അപ്പം എന്തായാലും ഇന്നത്തെ കല്യാണ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ വ്ളോഗിലൂടെ ഒന്ന് കാണാം. ബാസിലേ, എനിക്ക് ഇന്നലെ എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? മാറ്റോ? എന്തെങ്കിലും നോക്കണം. ഫേസിലാണോ? എപ്പോ എവിടെയും മാറ്റം തോന്നുന്നുണ്ടോ? ഇല്ല, ഫുള്ള് കളഞ്ഞു. പോയി. മാറ്റണ്ട്. സനീഷേട്ടന്റെ ഐഡിയ പോയി. അപ്പൊ ഗൈസ്, നമ്മളെ ചെക്കന് ഇന്നലത്തെ ഹെയർ സ്റ്റൈൽ ഇട്ട് ഇന്ന് കംപ്ലീറ്റ് മാറ്റി. ഇത് കഴിഞ്ഞതാണ് ചേട്ടാ, അതോ ചെയ്തോണ്ടിരിക്കണോ? ഓക്കെ. അപ്പൊ ഇന്നലെ ബാക്ക് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ മുടി ഉണ്ടായിരുന്നോ? അതിപ്പോ ഞാൻ എപ്പോഴും നോക്കണേ. അതെ, ഔട്ട്ഫിറ്റ് വേറെയാണ്. അപ്പൊ അതിന് സെറ്റ് ആക്കിയില്ല ഹെയർ സ്റ്റൈല്. ഓക്കെ. ഇന്ന് ബ്ലാക്ക് അല്ലേ? ഫുൾ ബ്ലാക്ക്. അത് പൊളിക്കോ? ഇന്നലെ എൻജോയ് ചെയ്തോ? ഒച്ച പോയി. ഇന്നലെ ആൻഡ്രോ എക്സ്പീരിയൻസ് പറഞ്ഞ ആദ്യം എങ്ങനെ? എനിക്ക് നിങ്ങളെ കളിച്ചോണ്ട് എനിക്ക് സന്തോഷമായി. കാരണം എന്താ വെച്ചാ ഹനാനൊക്കെ ഒരു 5-6 മാസമായിട്ട് ഇങ്ങനെ പിടിച്ചു നിന്ന സാധനം ഫുള്ള് പുറത്തൊക്കെ ഇട്ടാവല്ലേ ഇനി. അപ്പൊ അതേപോലെ ഉണ്ട് നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിച്ച് ഫുള്ള് പാട്ടും പരിപാടി. ഇന്നും അതേപോലെ തന്നെയാണ്. അവന് അവിടെ വേറെ ആർക്കും റോളില്ലേ ഇനി ഞങ്ങള് ശേഷം. ഇന്ന് ഇവിടെ അങ്ങനെയല്ല, ഇവിടുത്തെ നാട്ടിലെ ചെക്കന്മാരുകളൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ ജിമ്മിന്റെ നാട്ടിലത്തെ പരിപാടി ആയതുകൊണ്ട് ഇവിടുത്തെ കുറെ ചെക്കന്മാരും കാര്യങ്ങളൊക്കെ ഓരോ ഉണ്ടാവും. അപ്പോൾ ഒരു ഭാഗത്ത് എന്തായാലും ഞങ്ങൾ കുറഞ്ഞു കൊടുക്കാതെ നമ്മളുണ്ടാവും. എല്ലാവരും എണീക്കണുള്ളൂ കേട്ടോ. ഇന്നലെ എല്ലാവരും 5 മണിക്ക് പോയി കിടന്നിക്കണത് എന്നത്തെ പോലെ തന്നെ. അപ്പം ഞാൻ ഇപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ ഒറ്റ ആളും എണീറ്റിട്ടില്ല. അപ്പം ഞാൻ വേഗം എൻ്റെ അടുത്ത് പോന്നു. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് എനിക്ക് മാറ്റിയിട്ട് വരണം. നമ്മൾ ചെക്കൻ ഒറ്റക്കാക്കാൻ പാടില്ലല്ലോ. വേറെ ഒന്നല്ല, ഓല് കിടക്കാൻ വയ്ക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഞാൻ നേരത്തെ കിടക്കും. വീട്ടിൻ്റെ ഫോണിക്ക് രാത്രി ഒരു 12 കോള് വെച്ചാണ്ട് ഓരോരുത്തരുടെ കോളൊന്നും വന്നിക്കണ്. അപ്പൊ എന്റെ ഉറക്കം കളയാനാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് സൈലന്റ് ആക്കിയാണ് കടന്നുറങ്ങീനി. എന്നെ ഉറക്കത്തിപ്പിച്ചാൽ എപ്പോഴും ഒക്കെ 1:15, 1:20. അതുകൊണ്ട് ഞാൻ ഉറങ്ങിയോണ്ട് എനിക്ക് കറക്റ്റ് ടൈമിൽ ഓരോരുത്തർക്ക് വരാൻ പറ്റി. അപ്പൊ സുഹൃത്തുക്കളെ, പരിപാടിക്ക് ഞാൻ എടുക്കണേ. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് നിങ്ങളെ കല്യാണങ്ങൾക്ക് നിങ്ങളെ ഫാമിലിയിലോ ഫ്രണ്ട്സിന്റെ കസിൻസിന്റെ ആരെങ്കിലും കല്യാണത്തിന് അതിന്റെ പേരെന്തേലും അപ്പൊ ഇങ്ങനത്തെ ഈ ഖുറാന് മുസല്ല കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ നിക്കാഹിന് ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമല്ലോ. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈവറെ കോണ്ടാക്ട് ചെയ്താൽ മതി. സൊറോ ആർട്ട് പറഞ്ഞ ഒരു പേജാണ്. ഓരോ പേജിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കൂലേ. അപ്പം നിങ്ങൾക്ക് അതിൽ കയറി നോക്കിയാൽ ഇൻസ്റ്റാഗ്രാം പേജ് കാണാൻ പറ്റുമോ. ഇപ്പോൾ എൻ്റെ നിക്കാഹിനും ഓരന്നെയാണ് ചെയ്ത് തന്നിരുന്നത്. ഇപ്പോൾ ആ ജിമ്മിൻ്റെനും ഓരന്നെയാണ് ചെയ്യണത്. അച്ചുവിൻ്റെനും കളിയിൽ ചെയ്ത ആൾക്കാർ തന്നെയാണ് ബാക്കിയുള്ളവരൊക്കെ എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ സൈനി ചേട്ടനെ ഇപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ അതേമാതിരി ഷബീബ്ക്ക ഡ്രസ്സ്, ഷബീബ്ക്ക ഹെയർ സ്റ്റൈൽ സൈനി ചേട്ടൻ
അതേപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ. അത് തുറന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. ആദ്യം ഇങ്ങനെ ഒരു ഇതിനൊക്കെ എന്തൊക്കെ പേരൊക്കെ ഉണ്ട്, നമുക്കത് അറിയാത്തോണ്ട് കേട്ടോ. ഇഫ്രക്കാർ ഇഫ്ര ഇത് മറ്റേ പേരും തെറ്റില്ലേ? ഇത് സൈൻ ചെയ്യണ സാധനം. ഇതൊക്കെ ഒന്നും ചെയ്യൂല. ഓക്കെ, ഇതാ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ രണ്ടാള് പേരൊക്കെ എഴുതി നല്ല അറബിയിലും ഇംഗ്ലീഷിലൊക്കെ കോട്ട് അതിന്റെ അർത്ഥമൊക്കെ എഴുതിയൊരു സംഭവം കേട്ടോ. ഇവിടെ ബ്രൈഡ് ഗ്രൂപ്പ് ഇവിടെയാണ് സ്ഥലമുണ്ട്. അതിന്റെ പേൻ അടക്കം തന്നിട്ടുണ്ടോ. അപ്പൊ ഇതിങ്ങനെ ഒരു സംഭവം ഇതിന് കെട്ടുപോകുന്നല്ലോ. പിന്നല്ലതാ തുറന്നിട്ടില്ല അല്ലേ. ഇതിലുള്ളത് രണ്ടാൾക്കും ഓരോ ഖുർആൻ. ജിംഷാദ് പേര് എഴുതിയിട്ടുള്ള ഒരു ഖുർആനുണ്ട്, പിന്നെ ഇഫ്രാൻ എഴുതിയിട്ടുള്ള ഒരു ഖുർആനുണ്ട്. നല്ല അടിപൊളി ഇതാട്ടത്. അപ്പം അന്ന് ഞാൻ അതേമാതിരി നെഷ്ബക്ക് കൊടുക്കാനും ഞാൻ അതേമാതിരി ഒരു സംഭവം ഓരോ കൊണ്ട് ചെയ്യിച്ചിന്. അപ്പോൾ അതിലും ഇല്ല അതേപോലെ, അതായത് ഈ സാധനം പറഞ്ഞാൽ നല്ല അടിപൊളി മെറ്റീരിയലാണ്. അപ്പോൾ തന്നെ വേണം പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ജിമ്മി തന്നെയാണ് സെലക്ട് ആക്കിക്കണം കേട്ടോ. ഒരു ചോദിച്ചിനേടാ ആദ്യം എങ്ങനത്താണ് വേണ്ടി വിട്ടെടുത്തിക്കാൻ. ഓക്കെ. അപ്പോൾ അത് അടിപൊളി അല്ല, നല്ല സാധനമാണ്. പിന്നെ ഇതാക്കണ ഒരു ഇങ്ങനെ സലാത്ത് എല്ലണ ഒരു തസ്ബീമാല ഉണ്ട്. പിന്നെ ഇതാ രണ്ടാക്കും രണ്ട് മുസല്ല, രണ്ടാക്കും നിസ്കരിച്ച മുസല്ല ഉണ്ട്. നല്ല അടിപൊളി മുസല്ല കേട്ടോ. പിന്നെ നമ്മളത് മറ്റേ ഇത് അടയാളം വെക്കൂലേ, ആ സംഭവല്ലേ ഇത് ഖുർആനില്, അത് ഓരോന്നും തന്നിക്കണേ. ഓദ്യല്ല നോക്കണേ. അപ്പോൾ അങ്ങനെ രണ്ട് സംഭവം തന്നിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് കസ്റ്റമൈസ് ചെയ്ത് കേട്ടോ. എനിക്ക് ഇനി കൂട്ടണമെങ്കിൽ കൂട്ടാ, കുറക്കണമെങ്കിൽ കുറക്കൊക്കെ ചെയ്താണ് ഇപ്പോൾ ഇത് ചെയ്തുതരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ സംഭവങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ഇതാണ് പോലെ ഇൻസ്റ്റാഗ്രാം പേജ് സൊറോ ആർട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തു മുന്നേക്കായിട്ടോ. മുസെല്ലാം നിർത്തി നോക്കട്ടെ. ഈ ബാൽക്കണിന്റെ അവിടെ നിർത്തലേ അടിപൊളി ക്ലോത്ത് ഇട്ടോ. ഇങ്ങനെ വാങ്ങണിക്കല്ലേ. ഇതാണ് ഒരു മുസല്ല. ഇന്നൊന്ന് രണ്ട് സെയിം തന്നെ. ഒന്ന് ആ കളറും ഒന്ന് ഈ കളറുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഗൈസ് വീണ്ടും നമ്മൾ ചെക്കനിലേക്ക് കടന്നു വരികയാണ്. ചെക്കന്ന് ലുക്കായി. ഇഫ്ര ചെക്കനെ കണ്ടിട്ട് എന്താ എനിക്ക് പറയല്ലേ, അഭിപ്രായം പറയും. അപ്പോൾ നമ്മളെ ചെക്കനല്ലേ അത്. അപ്പൊ ഇഫ്ര മാറ്റി കഴിഞ്ഞിട്ടോ. അപ്പൊ ഇഫ്രന്റെ മേക്കപ്പ് ചെയ്തത് നമ്മളെ സ്വന്തം മിനു ആണ്. മിനു പോയോ? മിനുവോ? എങ്ങനെയുണ്ട് മേക്കപ്പ് ചെയ്തിട്ട്? ഇന്നലെ അറിയിനി, ഇന്നലെയും മിനു ആണ്, ഇന്നും മിനു ആണ്. അപ്പോൾ അടിപൊളിയായിട്ട് ചെയ്തിരിക്കണേ. ഒന്ന് വിളിച്ചെടുക്കുന്ന മിനു അങ്ങോട്ട് വാ. എങ്ങനെയുണ്ട് ഇനി ഇഫ്രന്റെ മേക്കപ്പ് ചെയ്തില്ല എക്സ്പീരിയൻസ്? അടിപൊളി. നിങ്ങളല്ല പറയേണ്ടത് എങ്ങനെയുണ്ട്. സംഭവനൊക്കെ ഉഷാറായി. എങ്ങനെയുണ്ട് എൻ്റെ ഒരു ഇതെന്താണ്? ഇന്നലെ ഒരു പാകിസ്ഥാനി ലുക്ക് ആക്കിട്ട് ഇന്നും അങ്ങനെ തന്നെ ഓക്കെ. നല്ല വൃത്തിയിൽ ചെയ്തിരിക്കണം കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്തിരിക്കണേ. നിങ്ങൾ എന്താ വീഡിയോ എടുക്കാം? ഓക്കെ, ഇവിടെ നിർത്തുക. ഇവിടെ വിളിച്ചുണ്ട് വാ. മിനുവിന്റെ മിനു രാവിലെ 6 മണിക്ക് വന്നിക്കണേ കുട്ടിനെ ജാസ്കാൻ കുട്ടിയെ കൊണ്ട് നടക്കണേല്ലേ. അവിടെ ഉണ്ട്. അപ്പൊ കുട്ടിക്ക് ഇന്നലെ രാത്രി കുറേ കഞ്ഞൊക്കെ മണക്കൊണ്ട് ഉണ്ടായി കൊണ്ടേ കൊടുത്തിന് രാത്രി. അത് കൊടുത്തിട്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പോയി. അപ്പൊ കഴിച്ച അപ്പൊ ഈ ചെക്കനെ ഇപ്പൊ ഫുള്ള് തീരും. കോട്ടൊക്കെ ഇട്ടാണ് നിന്നിട്ട് നമ്മള് ബാക്കി കാണിച്ചു തരാം കേട്ടോ. കാക്കനോടും ബാബിനോടും എങ്ങനെയുണ്ട് ചോദിക്കണം കേട്ടാ. മേടിക്കോ? എത്ര വേണ്ടത്? സൂപ്പറായിട്ടുണ്ട്.
നൂലല്ലേ ഇത്? അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്താ ഇപ്പോൾ വണ്ടി കയറി. വണ്ടി ഒന്നും എത്തിയില്ലേ, വണ്ടിയൊക്കെ എത്തിച്ചതാണ്ടോ. അഫ്താബ് വന്നിട്ട് വണ്ടി കൊണ്ടുവന്ന് ഡോറടക്കാനാ എടാ ഒന്ന് അടച്ചു കൊടുക്കോ? ഫോട്ടോഗ്രാഫി എന്തൊക്കെയോ മാറ്റി, നല്ലത് ഫുള്ള് മാറ്റിയതാ. മാറ്റിയ ഓനെ എളുപ്പത്തിന് കൊണ്ടാക്കി കയറാം. சந்தனமால அழுது மால வாசேருது என் கிளி மேல சங்கிலி போல சேர தோணுது சக்கரால சொக்குது ஆல மால மாத்த மாம வரட்டுமா അപ്പോൾ ഗൈസ് ഫോട്ടോഷൂട്ട് കഴിഞ്ഞു, തിരിച്ചു പോകുന്നു. അത്രേ ഉള്ളൂ. ഒരു ഓപ്പൻ. ഹലോ, ആ ആള് വരാൻ തുടങ്ങിയോ? ആള് വരുന്നുണ്ടോ? നമ്മളത് കഴിഞ്ഞിരിക്കണേ, നമ്മള് എങ്ങനെ ഇറങ്ങാം? ഓക്കെ. അപ്പോ നമുക്കിത് ചെയ്ത് തന്നിട്ടുള്ളത് സാറാസ് അല്ലേ? സാറാസ് പറഞ്ഞ സാറാസ് എന്ന് പറഞ്ഞ പിന്നെ കാസർഗോഡുള്ള ഒരു ടീമാണ്. ഇവരെങ്ങനെ ആക്ച്വലി ചെയ്ത് വെച്ചാൽ നമ്മൾ ഫുൾ ഓൺലൈൻ ത്രൂ ആണ് അളവ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു പേടിയുണ്ടായി നോക്ക് സാധനം വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ കറക്റ്റ് കൊടുത്ത അളവിനും കാര്യങ്ങൾക്കും ഫിറ്റിങ്സ് ആണെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല, ഒരു ഷേപ്പാക്കലോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല വൃത്തിക്ക് സാധനം കിട്ടി. അപ്പോൾ താങ്ക് യു സാറ. ഒരു ഫുൾ നെയിം എന്താ വെച്ചാൽ ഫുൾ ഓള് ഡീൽ ചെയ്തുകൊണ്ട് എനിക്കറിയില്ല. സാറ ഇൻ ഡിസൈൻ സ്റ്റുഡിയോ പറഞ്ഞ ടീമാണ് കേട്ടോ ചെയ്തിട്ടുണ്ട്. ഗോൾഡൻ ആൻഡ് ഫുൾ ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് സെറ്റാക്കിയൊരു സാധനം കേട്ടോ. ഇൻ്റത് ചെയ്തത് നമ്മളെ ഖലീഫ് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ്, നമ്മളെ പെരിന്തൽമണ്ണ ഉള്ള. അപ്പം ഞങ്ങളിവിടെ തുറന്നു കൊടുക്കുക. അപ്പോൾ അത് കരിമ്പും കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിർത്തിയാലോ. ചിന്തണ്ട കേട്ടോ. हम कदम से हमरा हुए और हमरा से हम नगा हुए. अगर साथ मेरे तू है हम सफर, मैं ना ये सोचूं है जाना किधर. अगर साथ मेरे तू है हम सफर, तेरे हवाले होना है मैंने ये आशिकाना इशारा हुआ. चुपके से तेरी तमन्ना जगी चुपके
से मन में मैं तेरे कल में हूँ आज मैं हूँ मैं तेरी सांसों के साज में हूँ आंखें झुका के सुन ले मुझे तो मैं तेरे दिल की आवाज में हूँ तू हौसला है तू है इरादा आधी मैं तुझ में तो नहीं है मिली ना रईस हूँ मैं बड़ा जेब में है नहीं कुछ मगर पास है जो वो सुन ले जरा तेरे इस दिल को चुराने के लिए है यही ഒരു ഫോട്ടോ